കപിലൻ അമ്മയോട് പറയണേ, അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാവസ്ഥിതസ്തഥാ തമവജ്ഞായ മാം മർത്യ കുരുതേ അർച്ചാവിഡംബനം. വിഗ്രഹത്തിൻ്റെ പൂജ, കാട്ടിക്കൂട്ടൽ. അയ്യോ, എത്ര നല്ല വിഗ്രഹം ഉണ്ടാക്കി. ചിലപ്പോൾ സ്വർണം കൊണ്ട് പൊതിഞ്ഞു, അല്ലെങ്കിൽ സ്വർണം കൊണ്ടുണ്ടാക്കി, കൊടിമരം സ്വർണം പൂശി, ഇങ്ങനെ പലതും ഉണ്ടല്ലോ. അതൊക്കെ നടത്തി വിഡംബനം, കാട്ടിക്കൂട്ടലാണത്. അർച്ചാവിഡംബനം, അർച്ചാവിഡംബനം ചെയ്യുന്നു അത്രേ. എന്താ കാരണം? ഞാൻ അവിടെയൊന്നുമല്ല, ഞാൻ എല്ലാ ഭൂതങ്ങളിലും അന്തരാത്മാവായി കുടികൊള്ളുകയാണ്. അങ്ങനെ എല്ലാ ഭൂതങ്ങളിലും ഒരുപോലെ കുടികൊള്ളുന്ന ഒരു ചൈതന്യമാണ് ഞാൻ. അതിസൂക്ഷ്മമായ ദ്രവ്യാതീത സാന്നിധ്യമാണ് ഞാൻ. എന്നെ ദ്രവ്യമൂർത്തിയാക്കുന്നതിൽ അർത്ഥമില്ല, ദ്രവ്യങ്ങൾ കൊണ്ട് പൂജ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഞാൻ ദ്രവ്യാതീതനാണ്, ഗുണങ്ങൾക്കും അതീതനാണ്. തമവജ്ഞായ മാം മർത്യ കുരുതേ അർച്ചാവിഡംബനം. അപ്പോൾ പൂജയ്ക്ക് എന്താ നല്ല ഭാഷയിൽ അർത്ഥം? വിഡംബനം, കാട്ടിക്കൂട്ടൽ. കാട്ടിക്കൂട്ടൽ, കാട്ടിക്കൂട്ടൽ. വലിയൊരു വിഗ്രഹം മേടിച്ചു കൊണ്ടുവന്നു, വേണമെങ്കിൽ വേഷം ധരിപ്പിച്ചു, എന്നിട്ടോ നല്ല നല്ല പൂക്കൾ കൊണ്ടുവന്നു, മാല കൊണ്ടുവന്നു, ചാർത്തി, എല്ലാവർക്കും കാണാം. പിറ്റേ ദിവസം എടുത്തു കളഞ്ഞു. ഇങ്ങനെ എത്ര ദിവസം ചാർത്തി? ഞാനിതൊന്നും ചെയ്യണ്ടെന്ന് പറയല്ല, ഉപദേശിക്കാൻ വേണ്ടി സത്യം പറയുകയാണ്. അങ്ങനെ പൂജ ചെയ്ത് അവസാനം എന്താ? എല്ലാറ്റിനെയും തൻ്റെ ആത്മതലത്തിൽ നിന്നാണ് ആവാഹിക്കുന്നത്, അവിടേക്കാണ് പറഞ്ഞയക്കുന്നത്. പൂജ ചെയ്യുന്നവൻ്റെ ഉൾത്തലത്തിൽ നിന്ന്, ഉൾ സാന്നിധ്യത്തിൽ നിന്നാണ് അവസാനം ആവാഹനം പറഞ്ഞയക്കുന്നത് അങ്ങോട്ടാണ്. നമ്മൾ ഈശ്വരൻ, ഭഗവാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വിഗ്രഹമാണോ ഓർമ്മ വരേണ്ടത്? ഇപ്പോൾ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ അമ്മയെന്ന് പറഞ്ഞു, ചോറ്റാനിക്കര അമ്മയെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത് ആ വിഗ്രഹത്തെയാണോ, അതോ ആ ജഗദംബ എന്ന് പറയുന്ന ആ മാനം, ആ ഡയമെൻഷനോ? സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം ദേശകാലാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. ആദ്യത്തെ ശ്ലോകമാണ് നാരായണീയത്തിൽ. ഗുരുവായൂരപ്പൻ എന്ന് നമ്മൾ പറയുമ്പോൾ ആ വിഗ്രഹമാണോ നമ്മുടെ മനസ്സിൽ വരേണ്ടത്? അല്ല, സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം. അതാണ് ദേശത്തിനും കാലത്തിനുമെല്ലാം അതീതമായി ആകാശത്തെയും കവച്ചു വെച്ച് അതിസൂക്ഷ്മമായ സാന്നിധ്യരൂപത്തിൽ സന്നിഹിതമായ ആ വിശേഷപ്പെട്ട ആ ചൈതന്യ സ്ഫുരണമാണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പതിയേണ്ടത്. ആദ്യം അത് പതിയില്ല, വേണ്ട. ആദ്യത്തെ 5 കൊല്ലം വേണ്ട, 6ാമത്തെ കൊല്ലം മുതൽക്കെങ്കിലും പതിയേണ്ടത്. അല്ലെങ്കിൽ എന്ത് പ്രമോഷനാണ് നമുക്ക് ഉണ്ടാവുക ഭക്തിയിൽ? കുരുതേ അർച്ചാവിഡംബനം. ഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വിഗ്രഹമല്ല കൂട്ടരെ ഓർമ്മ വരേണ്ടത്, എല്ലാ ദിക്കിലും വ്യാപിച്ചു കിടക്കുന്ന ആ അതിമഹത് സാന്നിധ്യമാണ് ഓർമ്മ വരേണ്ടത്.